ചില സിനിമകളെങ്കിലും കാലത്തെയും സംസ്കാരത്തെയും കൂടി അടയാളപ്പെടുത്തുന്നതാണ്. അത്തരത്തിൽ ഹൃദയം നിറയ്ക്കുന്ന ഒരു ചലച്ചിത്രമാണ് അണ്ടർ ദി ഹോത്തോൺ ട്രീ. 1970കളുടെ പശ്ചാത്തലത്തിൽ ചൈനയിൽ നടന്ന യഥാർത്ഥ ഒരു സംഭവകഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ചൈനയിൽ 1970കളിലാണ്. സാംസ്കാരിക വിപ്ലവം അഥവാ കൾച്ചറൽ റവല്യൂഷൻ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം. ആ സമയത്ത് മാവോ ഒരു കാര്യം പറഞ്ഞിരുന്നു. പഠിക്കുന്ന കുട്ടികളെ ഒരിടത്ത് ഇരുത്തി പഠിപ്പിക്കരുത്, അവരെ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി അവിടുത്തെ ജീവിതം പഠിപ്പിക്കണം. സ്കൂളുകൾ അതോടെ അത് പിന്തുടരാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഒരു സ്കൂളിലെ ടീച്ചർ തന്റെ വിദ്യാർത്ഥികളെയും കൂട്ടി ചൈനയിലെ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ ചെറിയ ഗ്രാമമായ ഹ്യൂബൈ പ്രൊവിൻസിലെ ഇച്ചാങ് സിറ്റിയിലേക്ക്. പക്ഷെ ബസ് അവിടുത്തെ ഒരു നഗരം വരെ എത്തു. അവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് കുറച്ചധികം ദൂരെയുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുപോവാൻ വേണ്ടി ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, പ്രായമേറിയ ഒരു മനുഷ്യൻ അവിടെ കാത്തുനിന്നിരുന്നു. അദ്ദേഹത്തിനടുത്തേക്ക് ടീച്ചറുടെ സംഘം എത്തി. നമുക്കിനി ഗ്രാമത്തിലേക്ക് ഏത് ബസ്സിലാണ് പോവേണ്ടത് എന്ന മട്ടിൽ ടീച്ചർ ചോദിച്ചു. അങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നുമില്ലെന്നും നടന്നു പോകണം എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ കുട്ടികളുമായി അധ്യാപകൻ നടന്നു പോവാൻ തുടങ്ങി. ഒടുവിൽ ഏറെ ദൂരം നടന്ന് അവർ ഒരു മലയ്ക്ക് മുകളിലുള്ള ഹോത്തോൺ ട്രീയുടെ അടുത്തെത്തി. അവിടുത്തെ തണലിൽ കുറച്ചുനേരം വിശ്രമിച്ചു. ആ ഹോത്തോൺ മരത്തെക്കുറിച്ച് ഗ്രാമവാസിയായ ആ മനുഷ്യൻ പറയാൻ തുടങ്ങിയതും അധ്യാപകൻ താൻ കേട്ടിട്ടുള്ള ആ മരത്തെപ്പറ്റി വിശദമായി പറഞ്ഞു. എനിക്കിതിനെപ്പറ്റി അറിയാം. ഈ ഹോത്തോൺ ട്രീ വല്ലാതെ പ്രശസ്തമാണ്. ചൈനയിൽ പലയിടത്തും ഈ മരങ്ങൾ ഉണ്ടെങ്കിലും ഇത് വളരെ സ്പെഷ്യലാണ്. ഇതിനെ ധീരന്മാരുടെ മരമെന്നാണ് വിളിക്കുന്നത്. കാരണം രണ്ടാം സീനോ ജപ്പാൻ യുദ്ധസമയത്ത് നമ്മുടെ രാജ്യത്തെ യുദ്ധവീരന്മാരെ ജപ്പാൻകാർ ഈ മരത്തിലാണ് കെട്ടിത്തൂക്കി ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒരാളെയോ രണ്ടാളെയോ അല്ല, ഒരുപാട് പേരെ. അങ്ങനെ മരിച്ച നമ്മുടെ സൈനികരുടെ രക്തമെല്ലാം ഈ മരത്തിന്റെ താഴേക്ക് പടർന്നു. മറ്റ് ഹോത്തോൺ മരങ്ങളിൽ വെള്ളപ്പൂക്കളാണ് വിരിയുന്നതെങ്കിൽ ഈ മരത്തിൽ ചുവന്ന പൂക്കളാണ് വിരിയുന്നത്. നമ്മുടെ ധീരന്മാരായ സൈനികരുടെ രക്തമാണ് അതിന് കാരണം. ടീച്ചർ അത് ആവേശത്തോടെ പറയുമ്പോ കുട്ടികളത് കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ജിൻക്യു എന്ന വിദ്യാർത്ഥിയും എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. വീണ്ടും അവർ നടത്തം തുടർന്നു. കുറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ഗ്രാമത്തിലേക്കെത്തി. അവരെ സ്വാഗതം ചെയ്യാൻ കുറച്ചുപേരുണ്ടായിരുന്നു. ഓരോ 2 കുട്ടികളെയും ഓരോ വീട്ടിലേക്കായിട്ടാണ് വിട്ടത്. പക്ഷേ ഒടുവിൽ ആ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി ബാക്കിയായി. ജിൻക്യു ആയിരുന്നു അത്. ജിൻക്യുവിനെ ഗൈഡായി ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അതേ വ്യക്തി തന്നെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൾ വന്നതും അദ്ദേഹത്തിന്റെ ഭാര്യ അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവർക്കൊരു കൊച്ചുമകളുണ്ട്. അവൾ ഓടിവന്ന് ചേച്ചി എന്റെ റൂമിൽ നിന്നോളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ജിൻക്യു വീടിനുള്ളിൽ കയറിയപ്പോ അവിടെ കുറെ ഫോട്ടോസ് കണ്ടു. ഗൈഡായ വ്യക്തിയുടെ ഭാര്യ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി. ഇതെന്റെ മൂത്ത മകനും ഭാര്യയുമാണ്. ഇത് അവരുടെ മകൾ. ഇത് എന്റെ മകൾ ഫാങ്. ആ സമയം ഒരു പയ്യൻ അകത്തേക്ക് വന്നു. ഉടൻ അവർ പറഞ്ഞു ഇതെന്റെ 2ാമത്തെ മകനാണ്, മിന്നെന്നാണ് പേര്. അങ്ങനെ എല്ലാവരെയും അവർ ജിൻക്യുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ജിൻക്യു അവരെ അടുക്കളയിൽ സഹായിക്കാമെന്ന് പറഞ്ഞു. അവർക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നാലെയാണ് അവർ കൊച്ചുമകളോട് പറഞ്ഞത് പോയി നിന്റെ അങ്കിളിനെ വിളിച്ചുകൊണ്ട് വാ, തനിച്ചു പോവണ്ട, ജിൻക്യു ചേച്ചിയും കൂട്ടിക്കോ. അങ്ങനെ ജിൻക്യുനെയും കൂട്ടി കുട്ടി അങ്കിളിനെ കൂട്ടാൻ വേണ്ടി പോയി. പോകുന്ന വഴിക്ക് ജിൻക്യു ചോദിച്ചു, അങ്കിൾ എന്ന് പറഞ്ഞല്ലോ, ആരാ അത്? അദ്ദേഹം അടുത്തുള്ള ജിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ യൂണിറ്റിലാ ജോലി ചെയ്യുന്നേ, കാണാൻ നല്ല ഭംഗിയാ എന്നായിരുന്നു കുട്ടി മറുപടി പറഞ്ഞത്. അങ്ങനെ യാത്ര ചെയ്ത് കുട്ടിയും ജിൻക്യുവും ടെന്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു നദിക്കരയിലുള്ള ഒരിടത്തെത്തി. അവിടെ എത്തിയതും ടെന്റിനകത്ത് നിന്ന് ഹോത്തോൺ മരത്തെ പറ്റിയുള്ള പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. കുട്ടി പോയി ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹത്തിന്റെ പേര് സൺ എന്നാണ്. സണ്ണായിരുന്നു കുട്ടിയുടെ അങ്കിൾ. ജിൻക്യുവിനടുത്തെത്തിയപ്പോ സൺ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ സിറ്റിയിൽ നിന്ന് വന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണെന്ന് അവൾ മറുപടി പറഞ്ഞു. പിന്നീട് അവർ നടക്കുമ്പോ ഹോത്തോൺ മരത്തെക്കുറിച്ച് നിനക്കറിയാമോ എന്ന് സൺ തിരക്കി. അതേക്കുറിച്ച് എഴുതാനാണ് താൻ വന്നതെന്നായിരുന്നു അവളുടെ മറുപടി. സൺ പിന്നാലെ കുട്ടിക്കൊരു ചോക്ലേറ്റ് കൊടുത്തു. ശേഷം ജിൻക്യുവിനും ഒരെണ്ണം നീട്ടി. അവൾ ആദ്യം വേണ്ടെന്നും കുട്ടിക്ക് കൊടുക്കാനുമായിരുന്നു പറഞ്ഞത്. പക്ഷേ മധുരം കുട്ടികൾക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാരാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ സൺ ജിൻക്യുവിന് മിഠായി കൊടുക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് വീണ്ടും അവർ സംസാരിച്ചു. ഹോത്തോൺ ട്രീയെ പറ്റി പറഞ്ഞാൽ നിനക്കിഷ്ടപ്പെട്ട കാര്യം എന്താണ്? മറ്റുള്ള മരങ്ങളിൽ വെള്ളപ്പൂക്കൾ വിരിയുമ്പോ ഇതിൽ ചുവന്ന പൂക്കൾ വിരിയുമെന്നാ ഞാൻ കേട്ടത്. അത് സത്യമാണോ? എനിക്കും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മെയ് ജൂൺ മാസങ്ങളിൽ പൂക്കൾ വിരിയും. അതെന്ത് നിറമാണെന്ന് നമുക്കൊരുമിച്ച് കാണാൻ പോകാം. ഓ, എനിക്ക് സാധിക്കില്ല. എനിക്ക് ഏപ്രിലിൽ തിരിച്ചു പോകണം. അതിനെന്താ, ഇപ്പോൾ പോയാലും അടുത്ത തവണ വരുമ്പോൾ നമുക്കൊന്നിച്ച്
വെച്ച് കാണാമല്ലോ എന്നായിരുന്നു സണ്ണിന്റെ മറുപടി. വീട്ടിലെത്തിയ ശേഷം അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. സൺ തന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് സൺ എന്നാണ്, അടുത്തുള്ള ടെന്റിലാണ് താമസം. ഞാനിവിടെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ആന്റിയുടെ മകനൊന്നുമല്ല, പക്ഷേ ആന്റി എന്നെ സ്വന്തം മകനെ പോലാണ് കാണുന്നത്. അടുത്ത ദിവസം മറ്റുള്ളവർക്ക് കൃഷിയെപ്പറ്റിയും കൃഷിരീതിയെപ്പറ്റിയും പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ജിൻക്യുവും പങ്കെടുത്തു. കുറച്ചു കഴിഞ്ഞ് അവൾ ഹോത്തോൺ മരത്തെപ്പറ്റി എഴുതാനിരിക്കുമ്പോൾ ജനലിനരികിൽ ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ സൺ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടിയുമായി അവൻ കളിക്കുകയാണ്. ജിൻക്യുവിന് സണ്ണിനെ കണ്ടതു മുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അവൾ അവളുടെ പ്രൊജക്ട് എഴുതിക്കൊണ്ടിരിക്കെ സൺ അകത്തേക്ക് വന്നു. അവൾ എഴുതിയത് വാങ്ങി വായിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, വളരെ നന്നായി എഴുതിയിട്ടുണ്ടല്ലോ, ഒരു തെറ്റ് പോലുമില്ല. തെറ്റ് വരുത്താൻ പാടില്ലല്ലോ. ഒരു തെറ്റും വരാതിരുന്നാലേ എനിക്ക് നല്ല സ്റ്റുഡന്റ് ആകാൻ സാധിക്കൂ. എങ്കിലേ എനിക്ക് ടീച്ചർ ജോലിയിലേക്ക് എത്തിപ്പെടാനും പറ്റൂ. എനിക്ക് എന്റെ അമ്മയെ നോക്കാനുള്ളതാണ്. അവളുടെ വാക്കുകളിൽ ഒരു നിസ്സഹായാവസ്ഥ നിഴലിക്കുന്നുണ്ടായിരുന്നു. രാത്രി എഴുതുമ്പോ വെളിച്ചം കുറവായതുകൊണ്ട് സൺ അവൾക്കായി പുതിയൊരു ബൾബ് കൊണ്ടുവന്നിട്ടുകൊടുത്തു. സണ്ണിന്റെ ആ പെരുമാറ്റത്തിൽ അവൾക്ക് വലിയ സന്തോഷവും സ്നേഹവും തോന്നി. പിന്നീട് കുറച്ചു ദിവസത്തേക്ക് സണ്ണിനെ കണ്ടിരുന്നില്ല. ജിൻക്യു സങ്കടത്തോടെ ഇരിക്കുമ്പോ ഒരു ദിവസം സണ്ണിന്റെ ശബ്ദം കേട്ടു. സന്തോഷം പുറത്തു കാണിക്കാതെ അവൾ എഴുതുന്നതായി ഭാവിച്ചിരുന്നു. സൺ അകത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു എഞ്ചിൻ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ, കുറച്ച് വൈകിപ്പോയി. ആന്റിയോട് പോലും പറയാതെ പോയതെന്താ, എനിക്ക് വിഷമമായി കേട്ടോ, അവൾ പറഞ്ഞു. സൺ അത് കേട്ട് സന്തോഷിച്ചു. അവളുടെ പേനയിൽ നിന്നും മഷി ഒഴുകുന്നത് കണ്ടപ്പോ സൺ അവൾക്കായി പുതിയൊരു പേന നൽകി. അവൾ ആദ്യം അത് വാങ്ങാൻ വിസമ്മതിച്ചെങ്കിലും സൺ നിർബന്ധിച്ച് അത് അവൾക്ക് കൊടുത്തു. അവൾ സിറ്റിയിലേക്ക് ഡാൻസ് പ്രാക്ടീസിനായി പോകേണ്ടതുണ്ട് എന്ന കാര്യം അവനോട് പറഞ്ഞു. നീ തിരിച്ചു വരുന്നത് നോക്കി ഞാൻ കാത്തിരിക്കും എന്നായിരുന്നു സണ്ണിന്റെ മറുപടി. അങ്ങനെ ജിൻക്യു ഡാൻസ് പ്രോഗ്രാമിന് സിറ്റിയിലേക്ക് പോയി. അവിടെ വെച്ച് തന്റെ അമ്മ ഏറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് അവൾ കണ്ടു. അമ്മ സ്കൂളിൽ അധ്യാപികയാണെങ്കിലും സ്കൂളിലെ തറ തൂക്കുന്ന ജോലിയടക്കം അമ്മയ്ക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മയായിരുന്നു അവരുടെ കുടുംബം നോക്കിയിരുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വേദന സംഹാരികൾ കഴിച്ചാണ് അമ്മ കഷ്ടപ്പെട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അച്ഛൻ ജയിലിലടയ്ക്കപ്പെട്ടിരുന്നു. അച്ഛൻ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു. അതായിരുന്നു ജയിലിലടയ്ക്കപ്പെടാൻ കാരണം. പിന്നീട് അമ്മ സംസാരിച്ചപ്പോ ജിൻക്യുവിനെ ഓർമ്മിപ്പിച്ചു, നന്നായി പഠിക്കണം, നിന്റെ ജോലികളിൽ ശ്രദ്ധ കൊടുക്കണം, പോകുന്നിടത്ത് ചീത്തപ്പേര് കേൾപ്പിക്കരുത്. നമ്മുടെ കഷ്ടപ്പാടുകൾ മാറണമെങ്കിൽ അതുവരെ നിന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും വരരുത്. അച്ഛന്റെ കാര്യം നീ എപ്പോഴും ഓർക്കണം. പഠനം കഴിഞ്ഞ് നീ ഒരു ടീച്ചറായാലേ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറൂ. ജിൻക്യു എല്ലാം കേട്ടിരുന്നു. അവൾ തലകുലുക്കി. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞപ്പോ ജിൻക്യു ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി. രാത്രി വൈകിയായിരുന്നു ബസ് എത്തിയത്. അവൾ ഒന്ന് ഭയന്നിരുന്നു. പക്ഷേ അവൾക്കായി സൺ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സണ്ണിനെ കണ്ടതും അവൾക്കുള്ളിൽ സന്തോഷം തോന്നി. തണുപ്പത്ത് നിൽക്കുന്ന അവൾക്ക് സൺ തന്റെ കോട്ടൂരി നൽകി. പോകുന്ന വഴിക്ക് ജിൻക്യുവിന് വിശക്കുന്നുണ്ടായിരുന്നു. വഴിയിലവർ ഒരു വീട്ടിൽ കയറി സഹായം ചോദിച്ചു. സഖാവേ, ഭക്ഷണം തരാമോ എന്ന തരത്തിൽ ആവശ്യപ്പെട്ടു. അവർ ജിൻക്യുവിനും സണ്ണിനും ഭക്ഷണമുണ്ടാക്കി കൊടുത്തു. പരസ്പരം നോക്കിയിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും അവരുടെ കണ്ണുകൾ ഒരുപാട് കഥകൾ പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ സൺ അവൾക്ക് ഭക്ഷണം കോരിക്കൊടുക്കുക പോലും ഉണ്ടായി. സണ്ണിന്റെ അച്ഛൻ ആർമിയിൽ വലിയൊരു ഉദ്യോഗസ്ഥനാണെന്നും അമ്മ മരണപ്പെട്ടുപോയെന്നും അന്ന് സൺ അവളോട് പറഞ്ഞു. പിന്നീടവർ വീണ്ടും മുന്നിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് ചെറിയൊരു പുഴ മുറിച്ചു കടക്കേണ്ടതുണ്ട്. അവളെ ഇഷ്ടപ്പെട്ടിരുന്ന സൺ സുരക്ഷിതമായി അവളെ കൊണ്ടുപോകാൻ തന്റെ കൈ നീട്ടി. പക്ഷേ ഒരാണിന്റെ കൈ പിടിക്കാൻ അവൾ ചെറിയ മടിയോടെ വിസമ്മതിച്ചു നിന്നു. സൺ വീണ്ടും കൈ നീട്ടിയെങ്കിലും അവൾ പിൻവലിഞ്ഞു. അതോടെ സൺ അവിടെ കിടന്നൊരു വടിയെടുത്ത് അതിന്റെ ഒരറ്റം അവൾക്ക് നീട്ടി അതിൽ പിടിക്കാൻ പറഞ്ഞു. ആദ്യം അതിനും അവൾ മടിച്ചെങ്കിലും സൺ നിർബന്ധിച്ചപ്പോ അവൾ അതിൽ പിടിച്ചു. അങ്ങനെ പതിയെ നടന്ന് അവർ പുഴ മുറിച്ചു കടന്നു. വീണ്ടും നടത്തം തുടർന്നു. ഇപ്പോഴും ആ വടിയിൽ പിടിച്ചിട്ടുണ്ട്. നടക്കുന്നതിനിടയിൽ സൺ കുസൃതിയിൽ വടിയിൽ നിന്ന് കൈ പതിയെ നീക്കി കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ അതിന് വിസമ്മതിച്ചതേയില്ല. അവൾക്കും സണ്ണിനെ ഇഷ്ടപ്പെട്ടിരുന്നു. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി. ഇതിനിടയിൽ ജിൻക്യു ഒരു വിവരം അറിഞ്ഞു. സണ്ണിന്റെ വിവാഹം നേരത്തെ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടത്രേ. അത് കേട്ടതും ജിൻക്യുവിന് വല്ലാത്ത വിഷമം തോന്നി. എന്നിട്ടാണോ സൺ തന്നോട് ഇത്ര സ്നേഹം കാണിച്ചത് എന്നാലോചിച്ച് അവൾ സണ്ണിനടുക്കൽ പിണങ്ങി. ഒരു ഘട്ടത്തിൽ സൺ അവൾക്ക് സമ്മാനമായി നൽകിയ പഞ്ചസാരയും പേനയും പണവുമൊക്കെ തിരിച്ചു നൽകാൻ വരെ അവൾ ശ്രമിച്ചു. ഇനി നമ്മൾ തമ്മിൽ കാണണ്ട എന്ന് വരെ അവൾ പറഞ്ഞു. സണ്ണിനും കാര്യമൊന്നും വ്യക്തമായിരുന്നില്ല. സണ്ണിനേറെ വിഷമം തോന്നി. എങ്കിലും അവളോടൊന്നും എതിർത്തു പറയാതെ സൺ അന്നു പോന്നു.
നാളുകൾ വീണ്ടും മുന്നിലേക്ക് പോയി. ഗ്രാമപ്രദേശത്തെ തന്റെ പഠനകാലയളവ് അവസാനിച്ച് ജിൻക്യു വീണ്ടും നാട്ടിലേക്ക് മടങ്ങി. അവൾ സ്കൂളിലെ ഡയറക്ടർ ലീയെ ചെന്ന് കണ്ടു. വീട്ടിലെ അവസ്ഥ മോശമാണെന്നും തനിക്കെന്തെങ്കിലും ഒരു ജോലി തരാമോ എന്ന മട്ടിലും അവൾ ചോദിച്ചു. ഒരു താൽക്കാലിക ജോലിയായിരുന്നു അവൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അവൾക്ക് പറ്റിയ ജോലിയൊന്നുമില്ല. ഉള്ള ജോലിയാണെങ്കിൽ കുറച്ചേറെ പ്രയാസമുള്ളതാണ് എന്ന് ഡയറക്ടർ ലീ പറഞ്ഞു. ഉടൻ ചാടി എഴുന്നേറ്റ് അവൾ ലീക്കടുക്കൽ അറിയിച്ചു. പ്രയാസത്തെയോ മരണത്തെയോ ഭയപ്പെടരുത് എന്നാണ് നമ്മുടെ ചെയർമാൻ മാവോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ മറുപടി കൊണ്ട് തന്നെ അവൾക്ക് ജോലി ലഭിച്ചു. പക്ഷെ അത് ഹാർഡ് വർക്ക് ആയിരുന്നു. എന്നാലും കുടുംബത്തിനു വേണ്ടി അവൾ അതെടുത്തു. ആ ഒരു സമയത്താണ് ഫാങ് അവളെ കാണാൻ നഗരത്തിലെത്തുന്നത്. ഫാങ്ങിനെ അവൾ നഗരം ചുറ്റിക്കാണിച്ചു. മടങ്ങുന്നതിനു മുമ്പ് ഫാങ് അവൾക്ക് കുറച്ച് പണം നൽകാൻ വേണ്ടി നീട്ടി. ഇതാരും നൽകിയതാണെന്ന് ചോദിച്ചപ്പോ ആദ്യം ഗ്രാമത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നവൾ മറുപടി പറഞ്ഞെങ്കിലും ജിൻക്യു ഒന്നുകൂടി ഉറച്ചു ചോദിച്ചപ്പോ സൺ നൽകിയതാണെന്ന് അറിയിച്ചു. അത് വാങ്ങാൻ ജിൻക്യുവിന് വിഷമമുണ്ടായിരുന്നു. സണ്ണിന്റെ വിവാഹം ഉറപ്പിക്കപ്പെട്ടതല്ലേ, ഭാവി വധുവിന് ഇതൊക്കെ അറിഞ്ഞാൽ വിഷമമാവില്ലേ എന്ന മട്ടിൽ അവൾ ചോദിച്ചപ്പോഴാണ് സണ്ണിന്റെ വിവാഹമൊന്നും ഉറപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഫാങ് വ്യക്തമാക്കുന്നത്. ചേച്ചി ആരെങ്കിലും പറയുന്നത് കേട്ട് തെറ്റിദ്ധരിച്ചതാവാനാണ് സാധ്യതയെന്നും അവൾ കൂട്ടിച്ചേർത്തു. അത് കേട്ടതും ജിൻക്യുവിന് വലിയ സന്തോഷം തോന്നി. പക്ഷേ അപ്പോഴും അവൾ പണം വാങ്ങിയില്ല. നീ പണം അവന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് ഫാങ്ങിനെ അവൾ മടക്കി അയച്ചു. ജിൻക്യു സ്കൂളിലെ വോളിബോൾ ടീമിലുണ്ടായിരുന്നു. പക്ഷേ യൂണിഫോം വാങ്ങാൻ പോലും അവളുടെ പക്കൽ പണമുണ്ടായിരുന്നില്ല. ജേഴ്സി വാങ്ങാത്തതിന്റെ പേരിൽ പലപ്പോഴും അവൾ കളിയാക്കപ്പെട്ടിരുന്നു. അടുത്ത ദിവസം വാൾനട്ടുമായി ഗ്രാമത്തിൽ നിന്ന് ആന്റിയുടെ രണ്ടാമത്തെ മകൻ വന്നിരുന്നു. കർഷകരെക്കാൾ ദാരിദ്ര്യത്തിലാണ് ജിൻക്യുവും കുടുംബവും കഴിയുന്നത് എന്നവൻ നോക്കിക്കണ്ടു. വാൾനട്ടിന്റെ പൈസ വാങ്ങാൻ അവൻ കൂട്ടാക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കാണാതെ അതൊരു കവറിലിട്ട് അവന്റെ കൂടയിലേക്ക് ജിൻക്യു ഇട്ടു. അവൾ ആത്മാഭിമാനമുള്ള പെൺകുട്ടിയായിരുന്നു. പതിയെ ജിൻക്യുവിനെ അവൾ പിന്തുടർന്നു. അവനെ അങ്ങോട്ടേക്ക് അയച്ചത് സണ്ണാണെന്ന് അവൾക്കേറെക്കുറെ ഉറപ്പുണ്ടായിരുന്നു. അവളുടെ ഊഹം തെറ്റിയില്ല. വഴിയിൽ വെച്ച് അവൾ സണ്ണിനെ കണ്ടു. സണ്ണും ആന്റിയുടെ രണ്ടാമത്തെ മകനും കൂടി ജങ്കാറിൽ കയറി പോവാൻ നിൽക്കുമ്പോ തീരത്തെത്തി അവൾ വിളിച്ചു പറഞ്ഞു, ചാക്കിൽ പൈസ ഇട്ടിട്ടുണ്ട്, ആന്റി അത് കഴുകാതെ നോക്കണം. ജിൻക്യുവിനെ അവിടെ കണ്ടതും ബോട്ടിൽ നിന്ന് സൺ ചാടിയിറങ്ങി അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അത് കണ്ട അക്ഷരാർത്ഥത്തിൽ ജിൻക്യു ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. പിന്നാലെ അത് അവളുടെ മുഖത്തൊരു ചിരിയായി വിരിഞ്ഞു. സൺ അവളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ വോളിബോൾ ടീമിൽ ജേഴ്സി ഇല്ലാതെ കഷ്ടപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും ഞാൻ കണ്ടിരുന്നു. പോയൊരു ജേഴ്സി വാങ്ങ്, ടീമിന്റെ പ്രതിച്ഛായ കളയരുത്. അതും പറഞ്ഞ് അവൻ കുറച്ച് പണം അവളുടെ പക്കലേൽപ്പിച്ച് തിരികെ ഓടി ബോട്ടിൽ കയറി. ജിൻക്യുവിന് അതിശയം തോന്നിയിരുന്നു. അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. പിന്നീട് ഇടയ്ക്ക് ജിൻക്യുവിനെ കാണുവാൻ സൺ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം കുറച്ച് ഹോത്തോൺ കായ്കളും ഒരു ഡയറിയും ഒരു കൂടയിൽ വെച്ച് സൺ ജിൻക്യുവിന്റെ അനിയന്റെ കയ്യിൽ അത് കൊടുത്തുവിട്ടു. അനിയന്റെ അടുക്കൽ നിന്ന് അത് സൺ കൊടുത്തുവിട്ടതാണെന്ന് ജിൻക്യു ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ ഇതമ്മയോട് പറയരുത് എന്നവൾ അനിയനെ ചട്ടം കെട്ടി. അമ്മ ഇതറിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നൊരു ഭയം അവൾക്കുള്ളിലുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോ അമ്മ ആ കൂടയും ഹോത്തോൺ കായ്കളും കണ്ടു. ഇതെവിടുന്നാണ് എന്നമ്മ അവളോട് ചോദിച്ചു. ഗ്രാമത്തിൽ നിന്നും ഫാങ് വന്നപ്പോ കൊണ്ടുതന്നതാണ് എന്നായിരുന്നു അവൾ കളവ് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ടേക്ക് സൺ യൂണിറ്റിനൊപ്പം ഓവർ ടൈം വർക്ക് ചെയ്തു. കൂടുതൽ അവധിയുണ്ടാക്കി ഇടയ്ക്കൊക്കെ ജിൻക്യുവിനെ കാണാൻ നഗരത്തിലെത്തി. അതങ്ങനെ അടുത്ത വേനൽക്കാലം വരെ തുടർന്നു പോയി. പിന്നീട് ഒരു ദിവസം അവരിരുവരും ഒന്നിച്ച് തനിച്ചിരുന്ന് സംസാരിക്കാൻ ഒരിടത്ത് പോയി. ഒന്നിച്ചിരുന്നപ്പോ നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്റെ കോട്ട് കൊണ്ട് അവളെ പുതപ്പിക്കാൻ സൺ ശ്രമിച്ചു. പക്ഷെ അതിൽ രണ്ടുപേർ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. അതോടെ സൺ കോട്ടിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആ കോട്ട് കൊണ്ട് അവളെ പുതപ്പിച്ചു. ഇരുവരും അടുത്തടുത്ത് വന്നു. ജിൻക്യു കുറച്ചൊന്ന് വല്ലാതാവുന്നുണ്ടായിരുന്നു. ജിൻക്യു സണ്ണിനോട് പറഞ്ഞു, 25 വയസ്സാവാതെ പ്രണയിക്കരുത് എന്നെന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, നിനക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നായിരുന്നു സണ്ണിന്റെ മറുപടി. അന്ന് വീട്ടിലെത്തിയപ്പോ കുറച്ച് വൈകിയിരുന്നു. അമ്മ അവളെ ചോദ്യം ചെയ്തു. നീ എവിടെയായിരുന്നെന്ന് തിരക്കി. ഗ്രാമത്തിലെ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നെന്നും ഞങ്ങൾ പുഴയോരത്തിരുന്ന് കുറച്ച് സംസാരിച്ചെന്നും അവൾ പറഞ്ഞു. ആണാണോ പെണ്ണാണോ എന്നായിരുന്നു അമ്മയുടെ അടുത്ത ചോദ്യം. പെണ്ണെന്നവൾ കളവ് പറഞ്ഞു. പിന്നാലെ അമ്മ തുടർന്നു, ഗ്രാമത്തിൽ നന്നായി പെരുമാറണം എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാണ്. നിന്റെ ടീച്ചിങ് ജോലിയുടെ തീരുമാനം അധികം വൈകാതുണ്ടാകും. ഒരുപാട് ആളുകൾക്ക് ഇതിലൊക്കെ അസൂയയുണ്ട്. ഈ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായ നിന്റെ ജോലിയും ഭാവിയും എല്ലാം ഇല്ലാതാവും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇനി മുതൽ നീ രാത്രി പുറത്തു പോവണ്ട. അമ്മ അവളെ ചട്ടം കെട്ടി. പിന്നീട് ഫാങ് ഉപരിപഠനത്തിനായി പോവുകയായിരുന്നു. ഫാങ്ങിനെ യാത്രയാക്കാൻ ജിൻക്യുവും കൂടെ ചെന്നു. സന്തോഷത്തോടെ അവളെ പഠനത്തിനായി പറഞ്ഞയച്ചു. ഫാങ്ങിനൊരു യുവാവിനോട് പ്രണയമുണ്ടായിരുന്നു. അവനും പഠിക്കുവാൻ ഫാങ്ങിന്റെ കൂടെ മറ്റൊരു ക്ലാസ്സിൽ നിന്നും പോകുന്നുണ്ട്. അതിലവൾ സന്തോഷവതിയായിരുന്നു. ജിൻക്യു ഒടുവിൽ ഗ്രാജുവേറ്റ് ആയി. ടീച്ചറാവാനുള്ള അവളുടെ അഭ്യർത്ഥന സ്വീകരിക്കപ്പെട്ടു. പക്ഷേ ഒരു ടീച്ചറായാലും സ്കൂളിന്റെ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് ആ പണി നടക്കുമ്പോൾ അതിൽ
പങ്കുചേരലും ജിൻക്യുവിന്റെ പണിയായി മാറിയിരുന്നു. ജിൻക്യു പണിയെടുക്കുമ്പോൾ സഹായിക്കാൻ അങ്ങോട്ടേക്ക് സണ്ണെത്തി. പക്ഷേ ബൂട്ട്സ് ഇടാതെ വെറും കാലുകൊണ്ട് പണിയെടുത്തപ്പോൾ ചുണ്ണാമ്പിൽ നിന്നും അവളുടെ കാലിൽ പൊള്ളലേറ്റു. വിവരമറിഞ്ഞ് സൺ വീട്ടിലെത്തി. അമ്മയില്ലാത്ത സമയം നോക്കിയായിരുന്നു വന്നത്. ജിൻക്യുവിന്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് അവനവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. ജിൻക്യുവിനോട് സംസാരിച്ചു. അവൾക്കായി അവനൊരു ബൂട്ട് വാങ്ങി വന്നിരുന്നു. പക്ഷേ അതിട്ടാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന പേടിയായിരുന്നു ജിൻക്യുവിന്. ഉടൻ സൺ പറഞ്ഞു, നീ ഇതിട്ടില്ലെങ്കിൽ ഞാനും വെറുംകാലുമായി ചുണ്ണാമ്പിലൂടെ നടന്നെന്റെ കാൽ പൊള്ളിക്കും. അത് കേട്ടതും ആ ബൂട്ടിടാം എന്നവൾ സമ്മതിച്ചു. വീണ്ടും അവൾ പണിയെടുക്കാൻ പോയപ്പോ സൺ അതൊക്കെ മറന്നു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവളുടെ കഷ്ടപ്പാടുകൾ കണ്ട് അവന് സങ്കടം തോന്നാതിരുന്നില്ല. പക്ഷെ നേരിട്ട് ചെന്ന് സഹായിക്കാൻ അവന് പറ്റില്ലായിരുന്നു. അവൻ കൊടുത്ത ആ ബൂട്ട് പണി കഴിഞ്ഞ് സ്നേഹത്തോടെ അവൾ കഴുകി വെക്കുന്നത് അവൻ നോക്കി നിന്നു. പിന്നീട് വയ്യാത്ത കാലുമായി അവൾ നടന്നു വരുന്നത് കണ്ടപ്പോ ആശുപത്രിയിൽ പോവാം എന്ന കാര്യം അവൻ അവളോട് സംസാരിച്ചു. പക്ഷെ അവൾക്കതിന് മടിയായിരുന്നു. പണച്ചെലവും ഉണ്ടല്ലോ. സൺ നിർബന്ധിച്ചിട്ടും അവൾ എന്ത് ചെയ്താൽ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ സൺ ചെറിയൊരു കത്തിയെടുത്ത് തന്റെ കൈ മുറിച്ചു. ഇപ്പൊ എനിക്ക് ആശുപത്രിയിൽ പോകണം, നീ എന്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു. സണ്ണിന്റെ ആ നീക്കം അവളെ ഞെട്ടിച്ചിരുന്നു. എന്തായാലും അങ്ങനെ അവർ ആശുപത്രിയിലെത്തി. രണ്ടുപേരുടെയും മുറിവുകൾ വേണ്ട രീതിയിൽ മരുന്ന് വെച്ച് കെട്ടി. തിരികെ പോരുന്ന വഴിയിൽ ഇരുവരും സംസാരിച്ചു. ഞാൻ ഭയന്നുപോയെന്നും ഇനി ഇങ്ങനൊന്നും ചെയ്യരുതെന്നും ജിൻക്യു പറഞ്ഞപ്പോൾ ശരിയെന്ന മട്ടിൽ സൺ അത് അംഗീകരിച്ചു. നിന്റെ മുറിവ് എങ്ങനെയുണ്ടായിരുന്നു എന്ന മട്ടിൽ അവൾ ചോദിച്ചു. സൺ പറഞ്ഞു, മുറിവ് അത്ര കുഴപ്പമൊന്നുമില്ല, പക്ഷേ രക്തം ഒരുപാട് പോകുന്നുണ്ടെന്ന് ആ നഴ്സ് പറഞ്ഞു. രക്തം കട്ടപിടിക്കുന്നത് കുറവാണത്രേ. അങ്ങനാണെങ്കിൽ നമുക്കിത് ചികിത്സിക്കണ്ടേ, നോക്കണ്ടേ എന്ന ആശങ്കയോടെ അവള് ചോദിച്ചു. ഏയ്, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്ന് കുറച്ചധികം രക്തം പോകും, അത്രയുള്ളൂ എന്നായിരുന്നു സണ്ണിന്റെ മറുപടി. ആശുപത്രിയിൽ നിന്ന് സൈക്കിളിലായിരുന്നു സൺ ജിൻക്യുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അവളുടെ മുഖമാരും കാണാതിരിക്കാൻ മുഖം മറയ്ക്കുവാൻ അവൻ തന്റെ ഷർട്ട് ഊരി കൊടുത്തു. സന്തോഷത്തിൽ അവളും അവന്റെ സൈക്കിളിലിരുന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഒടുവിൽ ഇറങ്ങാനുള്ള ഇടത്ത് സൈക്കിൾ നിർത്തി സൺ ജിൻക്യുവിനെ ഇറക്കിയപ്പോഴാകട്ടെ അവർ കൃത്യമായി ചെന്നുപെട്ടത് ജിൻക്യുവിന്റെ അമ്മയുടെ മുന്നിലായിരുന്നു. ജിൻക്യുവിന്റെ അമ്മ അവരെ രൂക്ഷമായൊന്ന് നോക്കി. പിന്നാലെ വീട്ടിലേക്ക് വിളിച്ച് സണ്ണിനെ ഇരുത്തി സംസാരിക്കാൻ തുടങ്ങി. ജിൻക്യു അവിടെ ഭയന്നു നിൽക്കുകയാണ്. ഇളയ മക്കളെ അമ്മ പുറത്തേക്ക് വിട്ടിരുന്നു. സൺ ജിൻക്യുവിന്റെ അമ്മയ്ക്കടുക്കൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ജിൻക്യുവിനെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കാലോ, ഇല്ലെങ്കിൽ ഞാനും ഇവിടെ നിൽക്കാം എന്ന് സൺ പറഞ്ഞതും ജിൻക്യുവിനിരിക്കാൻ അവളുടെ അമ്മ അനുവാദം കൊടുത്തു. പിന്നാലെ ജിൻക്യുവിന്റെ അമ്മയോട് പറയാനുള്ളത് എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് സൺ പറഞ്ഞു. അവർ പറയാൻ തുടങ്ങി. ഞാൻ പ്രണയത്തിനെതിരൊന്നുമല്ല, പക്ഷേ പക്വതയാവുന്നതിനു മുമ്പ് ജിൻക്യു ഇങ്ങനെ പ്രണയിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. എന്റെ ഭർത്താവ് ഒരു വലതുപക്ഷ അനുഭാവിയാണ്, രാഷ്ട്രീയ തടവുകാരനായി. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. സ്കൂളിൽ ഞാൻ രാഷ്ട്രീയ നിരീക്ഷണത്തിലാണ്. ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഭാവിയുമുണ്ടാവില്ല. അത് കേട്ടതും സൺ പറഞ്ഞു, ടീച്ചർ ജങ്, ഭാവിയെപ്പറ്റി നമുക്കുള്ളത് വ്യത്യസ്ത വ്യാഖ്യാനമാണെന്നാണ് തോന്നുന്നത്. ഉടൻ ജിൻക്യുവിന്റെ അമ്മ പറഞ്ഞു, ശരിയാണ്, പക്ഷേ കാര്യങ്ങൾ മോശമാണ്. ഞാൻ മുൻപേ കുറച്ച് അഭ്യൂഹങ്ങൾ കേട്ടിരുന്നു. ഞാനതൊന്നും വിശ്വസിച്ചില്ല. തെറ്റെന്റെ ഭാഗത്താണ്. ഇവളുടെ ഈ ജോലി നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വലിയ കഷ്ടപ്പാടിലാകും, കുടുംബം പട്ടിണിയിലാകും. നിനക്ക് ഇവളോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ അവളുടെ പ്രൊബേഷൻ കഴിയുന്നവരെ അടുത്ത 2 വർഷത്തേക്ക് ഇവളെ കാണരുത്. നിന്നെപ്പോലെ വലിയ വീട്ടിലെ ഒരാൾക്ക് ഞങ്ങളെപ്പോലുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഇല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, സൺ പെട്ടെന്ന് പറഞ്ഞു. 2 വർഷത്തേക്ക് ഞാനിവളെ കാണില്ല. എങ്കിലും ജിൻക്യുവിന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. തെറ്റ് സംഭവിക്കാൻ നമ്മൾ അവളെ അനുവദിച്ചുകൂടാ. നീ നിന്റെ വാക്ക് പാലിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജിൻക്യുവിന്റെ ഭാവി നീ നശിപ്പിക്കരുത്. ഇല്ല, എന്നെ വിശ്വസിക്കാം എന്നായിരുന്നു സണ്ണിന്റെ മറുപടി. അവൾക്കു വേണ്ടി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും എന്നും അവൻ കൂട്ടിച്ചേർത്തു. പിന്നീട് സൺ ജിൻക്യുവിന്റെ അമ്മയോടും കുടുംബത്തോടും യാത്ര പറഞ്ഞിറങ്ങി. അവൻ പോയതും ജിൻക്യുവിനെ മാത്രം പിടിച്ചിരുത്തി അവളുടെ അമ്മ അവളോട് സംസാരിച്ചു. അവൻ അവളെ ചുംബിച്ചിട്ടുണ്ടോ, അവളെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന മട്ടിലൊക്കെ തിരക്കി. നിഷ്കളങ്കയായ ജിൻക്യുവിനാകട്ടെ ശാരീരിക ബന്ധത്തെപ്പറ്റി അധികമൊന്നും അറിവുണ്ടായിരുന്നില്ല. അവൾ അതിനെയൊക്കെ എതിർത്തു. പിന്നാലെ അമ്മ പറഞ്ഞു, ഈ ജീവിതാവസാനം വരെ കാത്തിരിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പ്രവൃത്തിയിൽ അത് കുറച്ചുനാൾ മാത്രമായിരിക്കും. അത് കേട്ടതും ജിൻക്യുവിന്റെ മുഖം വല്ലാതെ മാറുന്നുണ്ട്. പക്ഷേ വാക്കുകൊടുത്ത പോലെ സൺ പിന്നീട് ജിൻക്യുവിനെ കാണാൻ പോയില്ല. ഒരു ദിവസം അവൻ ആശുപത്രിയിലാണെന്ന് ഫാങ്ങിൽ നിന്ന് അവൾ വിവരമറിഞ്ഞു. ഞെട്ടലോടെ പേടിയോടെ അവൾ വേഗം ആശുപത്രിയിലേക്ക് എത്തി. അവനെന്ത് പറ്റിയതാണ് എന്ന മട്ടിലൊക്കെ അവൾ ചോദിച്ചപ്പോ ഇതൊരു നോർമൽ ചെക്കപ്പിന്റെ ഭാഗമാണ്, തന്റെ ജോലി സ്ഥലത്തെ കാര്യമാണ് എന്ന മട്ടിലായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. പക്ഷേ ജിൻക്യുവിന് എന്തൊക്കെയോ സംശയം തോന്നിയിരുന്നു. അങ്ങനാണെങ്കിൽ നീ ഇതെന്താ എന്നോട് പറയാതിരുന്നത് എന്നവൾ തിരക്കി. നീ പേടിക്കൂന്ന് കരുതിയാ പറയാതിരുന്നത് എന്നായിരുന്നു
എന്നായിരുന്നു അവന്റെ മറുപടി. അവിടെ വിസിറ്റേഴ്സിന് നിൽക്കാൻ അനുവദിക്കില്ലെന്നും അവളോട് വീട്ടിലേക്ക് മടങ്ങിപ്പോക്കോളാനും സൺ ഒരുപാട് പറഞ്ഞെങ്കിലും ജിൻക്യു അതൊന്നും ചെവികൊണ്ടില്ല. അവൻ ആശുപത്രിയിലുള്ള ദിവസം വരെ താൻ അവിടെ തുടരുമെന്ന് അവൾ പറഞ്ഞു. അമ്മയോട് ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞ് 3 ദിവസം ഉണ്ടാവില്ലെന്ന് അറിയിച്ച് കള്ളം പറഞ്ഞിട്ടാണ് താൻ വന്നതെന്നും അവൾ കൂട്ടിച്ചേർത്തു. ഫാങ് അവന് രക്താർബുദമാണെന്ന് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, രക്താർബുദമോ? എനിക്കോ? അങ്ങനെ ആണെങ്കിൽ തന്നെ അത് ഈ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പറ്റില്ല. എനിക്കൊരു പനി വന്നതാ. കൂടുതൽ ജോലിയെടുത്തപ്പോ കുറച്ചധികം ക്ഷീണം തോന്നി. പിന്നെ കമ്പനിയുടെ ചെക്കപ്പും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നതാ. നിനക്കെന്നെ വിശ്വാസമില്ലേല് ഇപ്പോ തന്നെ പോയി ഡോക്ടറുടെ അടുക്ക ചോദിക്കാം, വാ എന്ന് പറഞ്ഞ് അവൻ അവളെ നിർബന്ധിച്ചു വിളിച്ചു. അതോടെ ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമാ എന്ന് പറഞ്ഞ് അവൾ അവിടെ തുടർന്നു. നീ എവിടെ തങ്ങുമെന്ന മട്ടിൽ അവൾ ചോദിച്ചപ്പോ ആശുപത്രി ഹാളിൽ സ്ഥലമുണ്ടല്ലോ എന്നായിരുന്നു അവളുടെ മറുപടി. പക്ഷേ പുതിയ നിയമങ്ങൾ പ്രകാരം രാത്രിയിൽ ആശുപത്രിയിൽ തങ്ങുവാൻ വിസിറ്റേഴ്സിനെ അനുവദിക്കുമായിരുന്നില്ല. അതോടെ ജിൻക്യു ആശുപത്രിക്ക് വെളിയിലായി. ജനലിലൂടെ നിസ്സഹായാവസ്ഥയിൽ അത് നോക്കിക്കാണാനേ സണ്ണിന് പറ്റുമായിരുന്നുള്ളൂ. അവൻ അവിടെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ അവനോട് പോയി കിടക്കാൻ പുറത്തുനിന്ന് ജിൻക്യു ആംഗ്യം കാട്ടി. ആദ്യം അവൻ മടിച്ചവിടെ നിന്നെങ്കിലും അവൾ തിരിഞ്ഞു നിന്നപ്പോ അവൻ അവിടുന്ന് മാറി. അവൻ പോയെന്ന് കരുതി അവൾ ആശുപത്രിയുടെ ഗേറ്റിനടുത്തിരുന്നു. പക്ഷേ അവൾ ഈ അവസ്ഥയിൽ കണ്ട് വേദനയോടെ ജനാലയുടെ അടുത്തുള്ള ഭിത്തിയിൽ സൺ ചാരി നിൽക്കുകയായിരുന്നു. അടുത്ത ദിവസം അവളെയും കൂട്ടിക്കൊണ്ട് സൺ പുറത്തിറങ്ങി. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിരുന്നു അത്. ഒരു നഴ്സിന്റെ മുറി താൻ കടം വാങ്ങിയിട്ടുണ്ടെന്നും രാത്രിയിൽ നിനക്ക് അവിടെ തങ്ങാം എന്നും അവൻ വ്യക്തമാക്കി. അവൾക്കായി മനോഹരമായൊരു പാത്രവും കുറച്ച് പലഹാരങ്ങളും ഹോത്തോൺ ട്രീയുടെ കായുടെ നിറമുള്ള ചുവന്ന നിറത്തിലുള്ള നല്ലൊരു തുണിയും അവൻ വാങ്ങിക്കൊടുത്തു. ആ തുണി കൊണ്ട് ഒരു ജാക്കറ്റ് അടിച്ചിട്ടാൽ അവൾക്ക് നല്ല ഭംഗിയായിരിക്കുമെന്നും പറഞ്ഞു. പെട്ടെന്നാണ് ഹോത്തോൺ മരത്തിന്റെ കാര്യം ജിൻക്യു ഓർത്തത്. നമുക്കവിടെ പോയി പൂക്കൾ കണ്ടാലോ എന്നവൻ ചോദിച്ചപ്പോ അതൊരുപാട് ദൂരെയല്ലേ, പിന്നീടാവാം എന്നവൾ പറഞ്ഞു. അതിനൊരു പക്ഷേ അവസരമുണ്ടായേക്കില്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഏയ്, ഒരുപാട് അവസരമുണ്ടാകും എന്നവൾ പറഞ്ഞു. പിന്നീട് അവർ ഒന്നിച്ച് ഒരു സ്റ്റുഡിയോയിൽ പോയി. അവർ ചേർന്ന് ഒരു ഫോട്ടോ എടുത്തു. പിന്നീട് സൺ ജിൻക്യുവിനെ നഴ്സിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജിൻക്യു പറഞ്ഞു, നാളെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും. നീ പോയി വരൂ. എങ്കിലും നമ്മൾ ഒന്നിച്ചുള്ള ഈ ഫോട്ടോ ഉണ്ടല്ലോ, എനിക്കിതു മതി. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ഫോട്ടോ നോക്കിയിരിക്കും. ഇനി ഞാൻ മരിക്കുകയാണെങ്കിൽ പോലും ഈ ഫോട്ടോ നോക്കിക്കൊണ്ടായിരിക്കും മരിക്കുക. സൺ മറുപടി പറഞ്ഞു. നമ്മൾ ഈ റൂമിലാണോ ഉറങ്ങുന്നത്? പിന്നാലെ ജിൻക്യു തിരക്കി. അതെയെന്ന് സൺ പറഞ്ഞു. പക്ഷെ ബെഡ് വളരെ ചെറുതാണല്ലോ. അതിനെന്താ, നീ ബെഡിൽ കിടന്നോ, ഞാൻ അടുത്തുള്ള കസേരയിൽ ഇരുന്നോളാം എന്നവൻ പറഞ്ഞു. പിന്നാലെ അവരൊന്നിച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. അവളുടെ കാല് കഴുകാൻ വെള്ളമെടുക്കാൻ വേണ്ടി സൺ പോയി. ആ സമയത്ത് അവിടെ മറ്റൊരാൾ ഒരു പാത്രവുമായി വന്നിരുന്നു. ഹോത്തോൺ ട്രീയിൽ ഉണ്ടാകുന്ന കായുടെ ചിത്രം പതിപ്പിച്ച ഒരു പാത്രം. അത് കണ്ടതും അത് സണ്ണിന് ഇഷ്ടപ്പെട്ടു. അവൾക്കായി അവൻ വേഗം പോയി അത് തന്നെ വാങ്ങിക്കൊണ്ടുവന്നു. അത് അവളെ കാണിച്ച് സന്തോഷിപ്പിച്ചു. പിന്നാലെ അവളുടെ കാല് കഴുകിയ വെള്ളം കളയാൻ സൺ പുറത്തേക്കിറങ്ങി. അവൾ ബെഡിൽ വന്ന് കിടന്നു. കണ്ണടച്ച് ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു കിടക്കുകയാണ്. സൺ വരുമ്പോൾ ആകെ കിടക്കാനുള്ളത് ആ ബെഡ് മാത്രമാണല്ലോ. എന്ത് സംഭവിക്കുമെന്നൊരാശങ്ക അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് സൺ അങ്ങോട്ടേക്ക് എത്തി. അവൾക്കൊപ്പം ആ ബെഡിൽ കിടന്നു. അവരൊന്നിച്ച് ശാരീരിക ബന്ധത്തിലേക്ക് കടക്കേണ്ടതുപോലുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ സൺ അതിൽ നിന്ന് പിന്മാറി. അത് കണ്ടതും ജിൻക്യു ചോദിച്ചു, ഒരാണും പെണ്ണും ഒന്നിച്ചുറങ്ങിയ പെണ്ണ് ഗർഭിണിയാവുമെന്ന ബുക്കിലൊക്കെ ഉള്ളത്. ഞാൻ ഗർഭിണിയാവുമെന്ന പേടിയാണോ നിനക്ക്? ചിരിയോടെ അവൻ പറഞ്ഞു, ഭാവിയിൽ നീ ഗർഭിണിയാകും, നിനക്ക് കുട്ടികളും ഉണ്ടാകും, നീ ഒരു അമ്മയാകും, പിന്നെ അമ്മൂമ്മയാകും, നിനക്കൊരുപാട് കൊച്ചുമക്കളും ഉണ്ടാവും. അപ്പോ നീയോ? അവൾ ചോദിച്ചു. അവനൊരു നിമിഷം നിശബ്ദനായി. പിന്നാലെ പറഞ്ഞു, നീ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കില്ല. നീ മരിച്ചാൽ പിന്നെ ഞാനും ഉണ്ടാവില്ല. നിനക്ക് മനസ്സിലായോ? അതേയെന്ന് അവൾ തലകുലുക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണു നിറഞ്ഞ് ഓരോന്നാലോചിച്ച് സൺ അവളുടെ അരികിൽ കിടന്നു. അന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവൻ കിടന്നിരുന്നു. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു. തലയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം അവളെ യാത്രയാക്കാൻ അവളുടെ പിന്നാലെ സൺ പോയി. ബോട്ടിൽ കയറി അവർ മറുവശത്തെത്തിയപ്പോ അപ്പുറത്തുള്ള കരയിൽ നിന്ന് അവളെ കെട്ടിപ്പിടിക്കുന്ന പോലെ സൺ ആംഗ്യം കാട്ടി. അത് സ്വീകരിക്കുന്ന പോലെ അവളും കണ്ണുകൾ നിറഞ്ഞ് ഏറെ വിതുമ്പലോടെയായിരുന്നു അവൾ അന്ന് വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തി ജോലിക്കാരിയും മറ്റുമായി ജിൻക്യു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു.
അങ്ങനെയിരിക്കെ ഒരു ദിവസം പഠിക്കാൻ പോയിരുന്ന ഫാങ് അങ്ങോട്ടേക്ക് മടങ്ങി വന്നു. ഫാങ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവളുടെ വല്ലായ്മ കണ്ട് എന്തു പറ്റിയെന്ന് ജിൻക്യു തിരക്കി. അപ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന് ഞെട്ടിക്കുന്ന കാര്യം അവൾ പറഞ്ഞത്. അവൾക്കൊരു പയ്യനെ ഇഷ്ടമുണ്ടായിരുന്നെന്ന് മുമ്പവൾ ജിൻക്യുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പഠിക്കാൻ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അടുത്ത ക്ലാസ്സിലെ പയ്യൻ അവനായിരുന്നു അവളെ ഗർഭിണിയാക്കിയത്. ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിൽ താൻ ഈ കുട്ടിയെ കളയില്ലായിരുന്നുവെന്നും പക്ഷെ അവൻ മുങ്ങിയെന്നും കരച്ചിലോടെ ഫാങ് പറഞ്ഞു. തന്നെ സഹായിക്കണം എന്ന് ഫാങ് ജിൻക്യുവിനോട് ആവശ്യപ്പെട്ടു. അവൾക്ക് ഗർഭഛിദ്രം ചെയ്യണം, പക്ഷേ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂടെ ഒരാള് വേണം. അതിനവൾ ജിൻക്യുവിനെ കൂടെ വരാൻ ക്ഷണിച്ചു. സംസാരിക്കുന്ന സമയത്ത് ഫാങ് ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ ആണുങ്ങളെ ഉണ്ടല്ലോ, അവരെ വിജയിക്കാൻ സമ്മതിക്കരുത്. ഒന്നിച്ചുറങ്ങിയാലും. അത് കേട്ടതും നിഷ്കളങ്കയായ ജിൻക്യു ഒന്ന് ഭയന്നു. സണ്ണിന്റെ കൂടെ അവൾ കിടന്നിട്ടുണ്ടല്ലോ, താനും ഗർഭിണിയാകുമോ എന്നൊരു ഭയം അവൾക്ക് തോന്നി. നീ അവനെ വിജയിക്കാൻ അനുവദിച്ചോ എന്ന മട്ടിലായിരുന്നു അവളുടെ ചോദ്യം. അതിന്റെ അർത്ഥം ജിൻക്യുവിന് മനസ്സിലായതുമില്ല. അവന് സുഖമില്ലെന്ന് കേട്ട് പോയതാണ് എന്നവൾ പറഞ്ഞു. അതൊക്കെ അവര് സിമ്പതി കിട്ടാൻ വേണ്ടി പറയുന്നതാ എന്നായിരുന്നു ഫാങ് പറഞ്ഞത്. നിന്നോടവൻ അങ്ങനെ നന്നായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതവന് കാര്യം കാണാൻ വേണ്ടിയാ. അവൻ വിജയിച്ചു കഴിയുമ്പോ നിന്നിട്ടേച്ച് എങ്ങോട്ടെങ്കിലും പോകും. എന്റെ അവനുണ്ടല്ലോ, അവൻ എന്നോട് പറഞ്ഞത് അവന് ക്യാൻസർ ആണെന്നായിരുന്നു. എന്നിട്ട് അവൻ ചെയ്തത് കണ്ടില്ലേ. അത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ ജിൻക്യു ഞെട്ടി. എന്തായാലും ഫാങ്ങിന്റെ കൂടെ സഹായത്തിന് പോകാൻ ജിൻക്യു തീരുമാനിച്ചു. പ്രായം തോന്നിപ്പിക്കാൻ മുടി ചുരുട്ടാൻ വേണ്ടി ഫാങ് ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ ജിൻക്യു അവളുടെ കൂടെ പോയി. അപ്പോൾ ഫാങ് പറഞ്ഞു, എന്നെ പോലൊരവസ്ഥ നിനക്ക് വരണ്ട, വേഗം പോയി അവൻ അവിടെ ഉണ്ടോ എന്ന് നോക്കിക്കോ. എന്റെ അനുഭവത്തിൽ നിന്ന് നീയെങ്കിലും പാഠം പഠിക്ക്. മിക്കവാറും അവൻ അവിടെ കാണില്ല, അവൻ ഓടിപ്പോയിട്ടുണ്ടാകും. ആ വാക്ക് കേട്ട് ഭയന്ന് ജിൻക്യു സണ്ണിനെ നോക്കാൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ സൺ അവിടെ ഉണ്ടായിരുന്നില്ല. തലേന്ന് അവൻ ഡിസ്ചാർജ് ആയി പോയി എന്ന് അവൾ അറിഞ്ഞു. അവളെ കണ്ടതും ഒരു നഴ്സ് പറഞ്ഞു, സണ്ണ് നിനക്ക് തരാൻ ഒരു സാധനം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. നഴ്സ് പിന്നാലെ അവളെ കൊണ്ടുപോയി സണ്ണേൽപ്പിച്ച ഹോത്തോൺട്രിയുടെ കായുടെ ചിത്രമുള്ള ആ പാത്രവും മറ്റു കുറച്ച് സാധനങ്ങളും അവൾക്ക് കൈമാറി. അവന് രക്താർബുദമായിരുന്നില്ലേ? അവൾ ആ നഴ്സിനോട് ചോദിച്ചു. നഴ്സ് പറഞ്ഞു, രക്താർബുദമോ? ഇവിടെ അതൊന്നും ചികിത്സിക്കാൻ പറ്റില്ല. അവൻ യൂണിറ്റിന്റെ ചെക്കപ്പിന് വന്നതല്ലേ. അത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ ഒന്നുകൂടി ജിൻക്യു ഞെട്ടുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോ അവൾക്ക് വല്ലാത്ത ദേഷ്യം തന്നെ തോന്നി. അവൻ കൊടുത്ത ആ പാത്രത്തിൽ കുറെ ചായം തേച്ച് ഹോത്തോൺട്രിയുടെ കായുടെ ചിത്രം മായ്ച്ച് അവൾ കട്ടിലിനടിയിലേക്കിട്ടു. ശേഷം ഏറെ വേദനയോടെ ഇരുന്നു. പിന്നീട് സണ്ണിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും അവൾ അറിഞ്ഞതേയില്ല. പതിയെ പതിയെ അവൾ അവനെ പറ്റി അന്വേഷിക്കുന്നതും നിർത്തി. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഗർഭചിത്രത്തിന് അനുമതി കിട്ടി. ഫാങ്ങുമായി ജിൻക്യു ആശുപത്രിയിൽ പോയി. അവളുടെ ഗർഭചിത്രവും നടന്നു. പക്ഷെ അവളെ കണ്ട് തിരിച്ചറിഞ്ഞ് നാട്ടുകാരിൽ നിന്ന് വിവരമറിഞ്ഞ് ഫാങ്ങിന്റെ അമ്മ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ദേഷ്യമുണ്ടെങ്കിലും മകളുടെ ആരോഗ്യമോർത്ത് പുഴുങ്ങിയ മുട്ടയും മറ്റുമായിട്ടാണ് അവർ വന്നത്. പക്ഷേ ഒന്നും രണ്ടും പറഞ്ഞ് അമ്മയും മകളും വഴക്കിട്ടു. ഫാങ്ങിനോട് ദേഷ്യപ്പെട്ട് അവളുടെ അമ്മ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ജിൻക്യു എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തു നിന്നു. ഫാങ്ങിന് വല്ലാതെ വേദനയുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ഗർഭിണിയാവില്ല. ജിൻക്യു അത് കേട്ട് പേടിച്ചു. ഞാനും ഗർഭിണിയാവോ? അവൾ ചോദിച്ചു. ഉടൻ ഫാങ് പറഞ്ഞു, നീ അവനെ വിജയിക്കാൻ അനുവദിച്ചില്ലേ, നീ ഇപ്പോ തന്നെ ഗർഭിണിയായിട്ടുണ്ടാകും. അത് കേട്ടതും ജിൻക്യു കൺഫ്യൂഷനിലായി. അത് കണ്ട് ഫാങ് വീണ്ടും ചോദിച്ചു, നീ അവനെ വിജയിക്കാൻ അനുവദിച്ചോ ഇല്ലയോ? അത് പറ. ജിൻക്യു എപ്പോഴും കൺഫ്യൂഷനിലാണ്. ഫാങ് പറഞ്ഞു, അന്നെന്താ ഉണ്ടായതെന്ന് വിശദമായിട്ട് പറ. ചുറ്റിലും നോക്കി രഹസ്യമായി അന്ന് നടന്ന കാര്യങ്ങൾ ജിൻക്യു ഫാങ്ങിനടുക്കൽ പറഞ്ഞു. അവർക്കിടയിൽ ശാരീരിക ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല, വെറുതെ ഒരു കട്ടിലിൽ കിടന്നേയുള്ളൂ എന്ന് ഫാങ് മനസ്സിലാക്കി. അത് കേട്ടതും ചെറുചിരിയോടെ അവൾ പറഞ്ഞു, അവൻ വിജയിച്ചില്ല. നിനക്കൊരു ചുക്കും അറിയില്ലല്ലോ. സബ്റ്റിലായി പോകുന്നുണ്ടെങ്കിലും പറയാതെ പറഞ്ഞു വെക്കുന്ന വലിയൊരു മെസ്സേജ് അവിടെയുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസം സമൂഹത്തിന് എത്രമേൽ ഇമ്പോർട്ടന്റ് ആണെന്ന്. തുടർന്ന് സംസാരിച്ചപ്പോ ഫാങ് ജിൻക്യുവിനോട് പറഞ്ഞു, അവൻ നല്ല പയ്യനാണെന്നാ എനിക്ക് തോന്നുന്നേ. കേട്ടിടത്തോളം അവൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അവൾ അത് പറഞ്ഞതും ജിൻക്യുവിന് വലിയ സന്തോഷം തോന്നി. അവളുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. പിന്നീട് അവൾ അമ്മയ്ക്കടുത്തെത്തി. അമ്മയോട് സണ്ണിനെ കണ്ടെത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ പ്രൊബേഷൻ പൂർത്തിയാവാത്തതുകൊണ്ട് അവളുടെ അമ്മ ഭയപ്പെട്ടിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന മട്ടിൽ അവർ ചോദിക്കുകയാണ് ചെയ്തത്. പക്ഷേ തന്റെ ഉള്ളിലെ വിഷമം ജിൻക്യു പങ്കുവെച്ചു. അവന് രക്താർബുദമുണ്ടാവാനുള്ള സാഹചര്യത്തെപ്പറ്റി അവൾ വിശദീകരിച്ചു. അവളുടെ അമ്മയ്ക്ക് തന്റെ മകളെ മനസ്സിലാകുമായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അമ്മയെ നോക്കി. അമ്മ അവൾക്ക് അനുവാദം കൊടുത്തു ഗ്രാമത്തിലേക്ക് പോകുവാൻ, ജിൻക്യുവിനെ തിരയുവാൻ.
അവൾ യാത്ര ചെയ്ത് ഗ്രാമത്തിൽ പോയി. അവൾ ജോലി ചെയ്തിടത്ത് പോയി. പക്ഷേ അവിടെ നിന്നൊന്നും തന്നെ സണ്ണിനെ പറ്റി ഒരു വിവരവും അറിയാൻ സാധിച്ചില്ല. അവൾക്ക് നിരാശയോടെ നഗരത്തിലേക്ക് തിരികെ വരേണ്ടി വന്നു. നാളുകൾ വീണ്ടും മുന്നിലേക്ക് കടന്നുപോയി. വേദന നിറഞ്ഞ് അവൾ ജീവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് സുഹൃത്ത് വന്നു. അവളോട് ഒരു രഹസ്യം പറഞ്ഞു. അത് കേട്ടതും ഏറെ വേദനയോടെ അവൾ സ്കൂള് വിട്ട് പുറത്തേക്കോടി. ഒരു മിലിറ്ററി വാഹനം അവളെ കൊണ്ടുപോകാനായി എത്തിയിരുന്നു. അവൾ തയ്പ്പിച്ച പുതിയൊരു ജാക്കറ്റുമിട്ടാണ് അവൾ പോയത്. കുറച്ചകലെയുള്ള മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് അവർ വന്നെത്തി. ഒടുവിൽ അവിടുത്തെ ഒരു മുറിയിലേക്കും അവിടെ ഒരു കൂട്ടം ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. സണ്ണിന്റെ അച്ഛനായ മുതിർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥനും അവന്റെ അമ്മയും കുടുംബവുമായിരുന്നു അത്. ജിൻക്യു അങ്ങോട്ടേക്ക് എത്തിയതും സണ്ണിന്റെ അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണോ ജിൻക്യു? എന്റെ മകൻ നിന്നോട് യാത്ര പറയാൻ കാത്തു നിൽക്കുകയാണ്. അവനെ കണ്ട് യാത്ര പറയൂ. ഏറെ വിഷമത്തോടെ ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്ന് ജിൻക്യു തന്റെ പ്രിയപ്പെട്ട സണ്ണിന്റെ അടുത്തേക്ക് ചെന്നു. രോഗം മൂർച്ഛിച്ച് അത്രമേൽ അവശതയിൽ മരണത്തെ മുഖാമുഖം കണ്ട് അവൻ കിടക്കുകയായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും മാറി നിന്നു കൊടുത്തു. ജിൻക്യു അവൻ അരികിലിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. സണ്ണിന് യാഥാർത്ഥ്യത്തിൽ രക്താർബുദം തന്നെയായിരുന്നു. ജിൻക്യുവിനടുക്കൽ നിന്ന് അവനത് മറച്ചുവെച്ചതാണ്. എല്ലാം ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. പിന്നിൽ നിന്ന് സണ്ണിന്റെ അമ്മ വിളിച്ചു പറഞ്ഞു, വൈകുന്നതിന് മുമ്പ് അവന്റെ പേര് വിളിക്ക്, അവനെല്ലാം കേൾക്കാം. വിതുമ്പലോടെ അവൾ പറഞ്ഞു, ഞാനാ ജിൻക്യു, ഞാനാ ജിൻക്യു. എന്റെ പേര് കേട്ട എവിടെന്നാണെങ്കിലും വരൂന്ന് നീ പറഞ്ഞതല്ലേ? നോക്കടാ, നീ പറഞ്ഞ ചുവന്ന ഉടുപ്പ ഭംഗിയുണ്ടോ? നല്ല ഭംഗിയുണ്ടാവൂന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് കാണാനാ ഞാൻ ഈ ഡ്രസ്സും ഇട്ടുകൊണ്ട് വന്നത്. പറഞ്ഞു പൂർത്തിയാക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. സണ്ണിന്റെ കണ്ണുകൾ ചെറുതായി ഒന്നു തുറന്നു. അവൻ മുകളിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അത് കണ്ട് ജിൻക്യു അങ്ങോട്ടേക്ക് നോക്കി. അവിടെ സീലിംഗിൽ അവർ ഒന്നിച്ചെടുത്ത് അവരുടെ ചിത്രം ഒട്ടിച്ചു വെച്ചിരുന്നു. സണ്ണിന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അധികം വൈകാതെ സണ്ണി ലോകത്തോട് വിട പറഞ്ഞു. സണ്ണിന്റെ ആഗ്രഹപ്രകാരം അവന്റെ ചിതാഭസ്മം ഹോത്തോൺ മരത്തിന്റെ താഴെ കുഴിച്ചിട്ടു. ജിൻക്യുവിനോട് അന്ന് സണ്ണിന്റെ അച്ഛൻ പറഞ്ഞു, അവന്റെ ആഗ്രഹം ഇതായതുകൊണ്ട് മാത്രമാണ് അവനിവിടെ അടക്കുന്നത്. ഞങ്ങളൊക്കെ ദൂരെയുള്ളവരാണ്. നീ അവനെ ടേക്ക് കെയർ ചെയ്യണേ. ഇടയ്ക്കൊക്കെ അവിടം സന്ദർശിക്കണേ. നാളുകൾ മുന്നോട്ടേക്ക് പോയി. കൾച്ചറൽ റവല്യൂഷന് ശേഷം ജിൻക്യു വിദേശത്ത് പഠിക്കാൻ പോയി. കുറച്ചു നാളുകൾക്ക് ശേഷം ഷിപ്പിംഗ് ഗ്രാമവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും ത്രീ ഗോർജസ് ഡാം ഏരിയയുടെ ഭാഗമായി. ഗ്രാമവാസികൾ അവിടുന്ന് പലായനം ചെയ്തു. ആ ഹോത്തോൺ ട്രീ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. എന്നിരുന്നാലും ജിൻക്യു സണ്ണിന്റെ ഓർമ്മ ദിവസം എല്ലാ വർഷവും അവിടെ എത്തും. ആ ഹോത്തോൺ മരം വെള്ളത്തിനടിയിൽ ഇപ്പോഴും പൂക്കുന്നുണ്ടാകും എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ആ ദൃശ്യത്തോടെ അണ്ടർ ദി ഹോത്തോൺ ട്രീ എന്ന അതിഗംഭീര ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും വീഡിയോ ഹൈപ്പ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.